എൻ ജീവിത പാതയതിൽ സഖിയായി തുണയാ പരിപാലകന സർവവല്ലഭനേശുവുണ്ട്. എന്നോടെന്നും വല്ലഭനേശുവുണ്ട്. സർവവല്ലഭനേശുവുണ്ട്. എന്നോടെന്നും വല്ലഭനേശുവുണ്ട്. ലോകരെല്ലാം എതിർത്താലും സ്വന്ത ബന്ധുക്കൾ പിരിഞ്ഞാലും, ലോകരെല്ലാം എതിർത്താലും സ്വന്ത ബന്ധുക്കൾ പിരിഞ്ഞാലും, സന്തതം പരിപാലിപ്പാനായി ബന്ധു കൂടെയുണ്ട്. എന്നോടെന്നും വല്ലഭനേശുവുണ്ട്. സന്തതം പരിപാലിപ്പാനായി ബന്ധുവായി കൂടെയുണ്ട്. എന്നോടെന്നും വല്ലഭനേശുവുണ്ട്. എൻ ജീവിത പാതയതിൽ സഖിയായി തുണയായി പരിപാലകനായി സർവവല്ലഭനേശുവുണ്ട്. എന്നോടെന്നും വല്ലഭനേശുവുണ്ട്. സർവവല്ലഭനേശുവുണ്ട്. എന്നോടെന്നും വല്ലഭനേശുവുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ അതിൻ്റെ 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൽമനൂത എന്നൊരു സ്ഥലത്തെപ്പറ്റി പറയുന്നുണ്ട്. എന്നാൽ ഇതിനെപ്പറ്റി യാതൊരു വിശദീകരണവും കാണുവാൻ സാധിക്കുന്നില്ല. യേശു 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച് 7 പട്ടി ശേഷിപ്പുണ്ടായ സംഭവത്തിന് ശേഷം ജനങ്ങളെ പറഞ്ഞയച്ച ശേഷവും ശിഷ്യന്മാരുമായി പടക് കയറിപ്പോയ സ്ഥലമാണ് ദൽമനൂത എന്ന സ്ഥലം. ഇതിന് മഗദ മഗ്ദല എന്നും പറയപ്പെടുന്നതായി മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 39-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. കാരണം ഇതേ പശ്ചാത്തലം തന്നെ പറഞ്ഞ ശേഷമാണ് യേശു പടക് കയറി മഗദ ദേശത്തെത്തി എന്ന് വായിക്കുന്നു. ഈ സ്ഥലം മഗ്ദലക്കാരത്തി മറിയയുടെ പട്ടണമാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് അവൾക്ക് ഈ സ്ഥലപ്പേരോടുകൂടിയുള്ള പേരിനാൽ അറിയപ്പെടുന്നത്. വളരെ പുരാതനമായ കീർത്തികേട്ട ഒരിടമാണ്. മീൻ പിടിക്കുന്ന പടകുകൾക്ക് പ്രസിദ്ധി ആർജിച്ച ഇടമായിട്ടാണ് ഇതിനെ കാണുന്നത്. 2000-ൽ പരം വർഷത്തിന് മുമ്പ് ഈ സ്ഥലത്തിന് ഈ വ്യവസായമായി കീർത്തികേട്ട ഇടം കൂടിയായിരുന്നു. കൂടാതെ റോമൻ സാമ്രാജ്യ യഹൂദന്മാരുമായി ആദ്യമായി യുദ്ധം ഉണ്ടായ ഇടം കൂടെയാണ് ഇത് എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ പരിണതഫലമായി യഹൂദന്മാരുടെ പട്ടണങ്ങളൊക്കെ നശിക്കപ്പെട്ടു വാൻ സംഗതിയായി എന്ന് പറയപ്പെടുന്നു. തിബിരിയാസ് കടലിന് വടക്ക് ഭാഗത്തായി 5 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഉണക്കമീൻ വ്യാപാരത്തിന് പ്രസിദ്ധി കേട്ട സ്ഥലമായിരുന്നു. ഗലീല കടലിനും തിബിരിയാസ് കടലിനും പടിഞ്ഞാറ് വശത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് യേശു പടകിലായിരുന്നു അവിടെ എത്തപ്പെട്ടത്. യേശുക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷ തുടക്കങ്ങളിൽ സഞ്ചരിക്കപ്പെട്ട സ്ഥലം കൂടെയാണിത്. യേശുവിൻ്റെ പരസ്യശുശ്രൂഷ കാലയളവിൽ 7 ഭൂതങ്ങൾ ബാധിക്കപ്പെട്ടിരുന്ന മറിയയെ സൗഖ്യമാക്കിയതിന് ശേഷമാണ് ഈ സ്ഥലം പിന്നത്തേതിൽ പ്രശസ്തി പ്രാപിച്ചത്. ഇവർ ധനികയായ ഒരു സ്ത്രീ ആയിരുന്നെങ്കിലും അവളെ അലട്ടിക്കൊണ്ടിരുന്ന ഭൂതബാധയാൽ കഷ്ടപ്പെടുന്ന സമയത്താണ് യേശുവിൻ്റെ പരസ്യശുശ്രൂഷയിലൂടെ അവൾ സൗഖ്യം പ്രാപിക്കുകയും അനന്തരം യേശുവിനോട് ശിഷ്യന്മാരോടൊപ്പം ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയും വളരെ സഹായിയായി തീരുകയും ചെയ്തത്. പരീശന്മാർ വന്ന് യേശുവിനോട് പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്നൊരു അടയാളം അന്വേഷിച്ച് യേശുവുമായി തർക്കിച്ച സ്ഥലം കൂടിയാണിത്. പ്രിയ ശ്രോതാക്കളെ, യേശു സഞ്ചരിക്കുന്ന സ്ഥലങ്ങളായാലും സഞ്ചരിക്കുന്ന വാഹനമായാലും യേശു വിടുതൽ നൽകിയ വ്യക്തികളായിരുന്നാലും അത് വളരെ ജനശ്രദ്ധ ഇല്ലാതെ കിടന്ന സ്ഥലം ഒരുപക്ഷെ ആയിരിക്കാം. എത്രയോ വർഷം കൊണ്ട് വെളിമ്പ്രദേശത്ത് കിടന്ന കൽപ്പാത്രങ്ങളായിരുന്നു. യേശുവിൻ്റെ ഇടപെടലിൽ സാന്നിധ്യം മൂലം കൽപ്പാത്രങ്ങൾ പ്രസിദ്ധി പ്രാപിച്ചു. എത്രയോ നാളുകൾ കട്ടപ്പെട്ട് കിടന്ന കഴുതയും കുട്ടിയായിരുന്നു. യേശു അതിനെ പ്രയോഗിക്കാൻ തുടങ്ങിയത് മൂലം അത് ശ്രദ്ധ നേടി. എത്രയോ വർഷം കൊണ്ട് മഗദയിൽ പാർക്കുന്ന മറിയ യേശു അവളെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ അവളും പ്രസിദ്ധമായി, ആ പട്ടണം പ്രസിദ്ധമായി തീരാനിടയായിത്തീർന്നു. ബെഥാന്യ ദേശം മാർത്തയും മറിയയും ലാസറും മൂലം ആണ് പ്രസിദ്ധമായത്. നമ്മുടെ നാട്ടിൻ പ്രദേശത്തായാലും പല വ്യക്തികളെയും അവരുടെ സ്ഥലത്തിൻ്റെ പേരുകൾ പ്രസിദ്ധമാകാൻ കാരണമായത് അവരിൽ യേശുവിൻ്റെ ഇടപെടൽ ഉണ്ടായ ശേഷമാണ്. അപ്രകാരം ആയാലും പ്രസിദ്ധമാകാതിരുന്ന അനേക സ്ഥലങ്ങളും വ്യക്തികളും യേശുവിന് കാൽസ്പർശനം ഏറ്റുകഴിഞ്ഞാൽ പ്രസിദ്ധമായി തീർന്നിട്ടുണ്ട്. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, ഒരു പക്ഷേ നിങ്ങൾക്കും ഇതുപോലെ ഉള്ള അനുഭവങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ യേശുവിലേക്ക് വരണം.
അതല്ലെങ്കിൽ യേശു നിങ്ങളിലേക്ക് വരണം. ഇതിലേത് സംഭവിച്ചാലും ക്രിസ്തുവിലൂടെ നിങ്ങളെ ലോകം തിരിച്ചറിയേണ്ടയാകും. ആകയാൽ ക്രിസ്തുവിലൂടെ നിങ്ങളും പ്രസിദ്ധമായി തീരുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം ഏവരെയും അതിനായി അനുഗ്രഹിക്കട്ടെ. തൽമുദ പ്രസിദ്ധമായതുപോലെ നിങ്ങളും നിങ്ങളുടെ ദേശവും പ്രസിദ്ധമായി തീരുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിലേക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.